കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ഈ സ്റ്റാർ ഈ ബലൂണിലൊക്കെ പോയിട്ട് ഈറ്റ വെട്ടിയിട്ട് ഇങ്ങനെ പേപ്പറുകൾ ഈ പേപ്പർ ഇതേ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളില് റബ്ബറിന്റെ ഒക്കെ ഒട്ടുവൽപ്പാല അത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈശുവണ്ടി ആ മരത്തിന്റെ പശ, പിന്നെ എന്താ പറയാ റബ്ബർ പാല് അതുപോലെ ഒരു ചെറുതായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഞങ്ങൾ തോട്ടില് ഈറ്റ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈറ്റ വെട്ടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ, ഈ വെള്ളം വീഴുന്നത് നല്ലൊരു കയവാണ് കേട്ടോ. അത് ഇടയിൽ നിന്നാണ് ഈറ്റ നമുക്ക് പറ്റിയ കമ്പ് വെട്ടിയെടുക്കുന്നത്. നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേട്ടന് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈറ്റൊക്കെ വെട്ടി വലിച്ചെടുത്ത്, പിന്നെ ചേട്ടയും കുറച്ച് കഴിഞ്ഞപ്പം ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. ഭയങ്കര പാടാണ്, ഇത് വലിച്ചെടുക്കുവാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഇത് കണ്ടോ, ഞങ്ങൾ എല്ലാരും കൂടി അത് ചെയ്യുവാണ്. അപ്പൊ ഈ വള്ളി വെച്ചിട്ടാണ് അതിങ്ങനെ കെട്ടേണ്ടത്. രണ്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് കൂട്ടി കെട്ടുവാണ്. അതിന്റെ എന്നാലാണ് അതിന്റെ ബൾബൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഈറ്റ കൊണ്ടുള്ള നഷ്ടം. അവന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചമ്മലായിട്ട് അവൻ വന്നില്ല. അവൻ പിന്നെ വരാന്ന് പറഞ്ഞ് ചമ്മൽ മാറിയിട്ട് നമ്മൾ തൊടുപുഴ വീട്ടിലേക്ക് വന്നിട്ടോ. വന്നുപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞത് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഓരോ പീസാക്കി കളറാണ് നമ്മൾ കൊടുത്തത്. ഫുള്ള് റെഡി രാത്രിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം വെളുപ്പിനൊരു 2:30-3 ആയിട്ടോ. ഇപ്പോഴാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇതേ കണ്ടോ, സ്റ്റാറിന്റെ ഉള്ളില് ബൾബ് നമ്മൾ ഇട്ടു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഞാനിപ്പോ ഉണ്ടല്ലോ എന്റെ കുട്ടിക്കാലത്തിലേക്കാണ് കേട്ടോ ഒന്ന് പോയത്. ഇത് നിങ്ങൾ കണ്ടോ ഈ സ്റ്റാർ, ഈ ബലൂണ് പിന്നെ എല്ലാവർക്കും അറിയാം, സ്റ്റാറും അറിയാം കേട്ടോ. പിന്നെ ഇത് കണ്ടോ,
അതായത് ഞാൻ ഇതുണ്ടല്ലോ എൻ്റെ പഴയ എൻ്റെ പപ്പയൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു ട്രീ, അതിനെ ഞാനൊന്ന് എന്താ പറയാ കൊണ്ടുവരാൻ നോക്കിയതാട്ടോ. പക്ഷെ എനിക്ക് മുഴുവനായിട്ടൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ചുമ്മാ അലങ്കോലമായിട്ടൊക്കെ ഇതേ കണ്ടോ, ഇങ്ങനെ ചുമ്മാ പറക്കി ഇട്ടേക്കുന്നു. അതേ ബലൂണ്, വേറെ LED ബൾബുകളില്ല, പിന്നെ ഇപ്പോഴത്തെ ജിമ്മി അതൊന്നുമില്ല. അതേ സ്റ്റാർ ആണെങ്കിൽ എന്താ പറയാ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഇത്. അതെന്താന്നറിയോ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്റെയൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ ക്രിസ്മസ് വരാൻ നോക്കിയിരിക്കും. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താണെന്നറിയോ, ഈ ക്രിസ്മസ് ഈ ട്രീ, സ്റ്റാർ, ബലൂണ് അതൊക്കെ ഇങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് ഭയങ്കര, ക്രിസ്മസ് എക്സാം എഴുതുമ്പോൾ തന്നെ അയ്യോ ക്രിസ്മസ് വരാറായി എന്നൊരു ഇതാട്ടോ. അപ്പൊ ഇങ്ങനെ ഇന്നാകുമ്പോ എല്ലാം എന്താണ്, പുതിയ രീതികളിൽ ഫുള്ള് നമുക്ക് ഒന്നും ചെയ്യണ്ട, നമ്മൾ കടയിൽ പോകുന്നു, പൈസ കൊടുക്കുന്നു, ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വരുന്നു. പക്ഷെ അന്ന് ഇതുപോലെ നമ്മള് തോട്ടിലും പറമ്പിലും ഒക്കെ പോയിട്ട് ഈറ്റ വെട്ടിയിട്ട് ഇങ്ങനെ പേപ്പറുകൾ, ഈ പേപ്പർ ഇതേ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളില് അന്ന് കറണ്ടൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചോണ്ടിരുന്നത്. അല്ലെങ്കിൽ കറണ്ടൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ബൾബാണ്. അപ്പൊ ഇത് വർണ്ണക്കടലാസ്. അപ്പൊ ഇത് നമുക്ക് ശരിക്കുള്ള വർണ്ണക്കടലാസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പേപ്പർ അതൊക്കെ വെച്ചിട്ടാണ് അവര് ഇത് കണ്ടോ, അത് ഒട്ടുപാലില്ലേ, ഒട്ടുപാൽ കുട്ടികൾക്ക് അറിയുന്ന അറിയില്ല, റബ്ബറിന്റെ ഒക്കെ ഒട്ടുപാൽ അത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ കെട്ടുന്നത്. എന്നിട്ട് ഇത് ഒട്ടിക്കുന്നത് ഫെബിക്കോള്, ഇപ്പോഴത്തെ പശകളില്ലേ ആ പശകളൊന്നും അല്ല. എന്താ പറയാ, ഈ കപ്പലുമാവ്, കശുവണ്ടി, ആ മരത്തിന്റെ പശ, പിന്നെ എന്താ പറയാ റബ്ബർ പാല് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് സ്റ്റാർ ആക്കി എടുക്കുന്നത്. അപ്പം ഇതാണ് പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള സ്റ്റാർ. ഇതാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ബലൂണൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ പല രീതിയിൽ, പല എന്താ പറയാ ഷേപ്പിലും, പല ഭംഗിയിലും വ്യത്യസ്തമായിട്ടുള്ള ബലൂണുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ സാധാ ബലൂണുകളായിരുന്നു. അതിങ്ങനെ അതായത് ഒത്തിരി ഒന്നും നമ്മളിപ്പോ നിറച്ചും ഡെക്കറേഷൻ ചെയ്യും, കുറേ സാധനങ്ങൾ. പക്ഷെ അന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റാർ, ഇങ്ങനെ ബലൂണ് ഒരു മരത്തേലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കമ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വരും, ഇല്ലെങ്കിൽ മരമൊക്കെ മുറ്റത്തുള്ളവരാണെങ്കിൽ അങ്ങനെ ചെറിയ മരം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ ഓരോന്ന്, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, ഇങ്ങനെ കെട്ടിയിടും. പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഈ പേപ്പറാണ് കേട്ടോ, ഈ പേപ്പറുകൾ ഇത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് കൂടുതൽ ഭംഗിയുള്ള തിളങ്ങുന്ന സാധനങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇങ്ങനത്തെ പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി ഇടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഇടും. ഇങ്ങനെ നിസാരം, ഒത്തിരി ഒന്നുമില്ല, ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ. കാരണം വെച്ചാൽ അന്ന് അധികം കിട്ടാനില്ല, ഇപ്പോഴത്തെ പോലെ ഒത്തിരി സാധനങ്ങൾ കിട്ടാനില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ കാലത്തെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ബലൂണ്, കുഞ്ഞു ഡെക്കറേഷൻ സാധനങ്ങൾ. അപ്പൊ അതൊന്നും ഞാൻ മുഴുവനായിട്ട് എനിക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നെ പറ്റുന്ന പോലെ ഒരു ചെറുതായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് അന്നത്തെ കാലത്തെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഡെക്കറേഷൻ, ക്രിസ്മസ് സ്റ്റാർ. ഇത്രയേ ഉള്ളൂ. അതെ, ഞങ്ങൾ തോട്ടില് ഈറ്റ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈറ്റ വെട്ടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ ഈ വെള്ളം വീഴുന്നത്, നല്ലൊരു കയവാണ് കേട്ടോ അത്. അപ്പൊ അതെ, ഞങ്ങൾ ഇതിന്റെ ഇടയിൽ നിന്നാണ് ഈറ്റ നമുക്ക് പറ്റിയ കമ്പ് വെട്ടിയെടുക്കുന്നത്. അപ്പൊ നക്ഷത്രം ഉണ്ടാക്കാൻ നമ്മൾ ഈ ഈറ്റയാണ് ഉപയോഗിച്ചത്. നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേട്ടന് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതേ ഈറ്റൊക്കെ വെട്ടി വലിച്ചെടുത്ത്. പിന്നെ ചേട്ടയും കുറച്ച് കഴിഞ്ഞപ്പം ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. ഭയങ്കര പാടാണ്, ഇത് വലിച്ചെടുക്കുവാണ് ഇതിന്റെ ഇടയിൽ നിന്ന്. അപ്പൊ 2-3 എണ്ണം ഞങ്ങൾ വെട്ടിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കൊച്ചൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നത് എന്താ പറയാ ചെയ്യുവാണ് കേട്ടോ. ഇതിങ്ങനെ പീസാക്കണം, നടുവേ കീറിയിട്ട് പിന്നെ ഒന്നും കൂടെ കീറണം, അത് 4 ആക്കണം. അങ്ങനെയാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അത് ചെയ്യുവാണ്.
അപ്പൊ ഈ വള്ളി വെച്ചിട്ടാണ് അതിങ്ങനെ കെട്ടേണ്ടത്. രണ്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് കൂട്ടി കെട്ടുവാണ്. അതിന്റെ നടുക്ക് ഒരു കമ്പ് വെക്കും, കാരണം ഒരു സ്പേസ് അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അതിനകത്ത് ബൾബൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഈറ്റ കൊണ്ടുള്ള നക്ഷത്രം ഇത്രയും വരെ ആയിട്ടോ. അപ്പോൾ ആങ്ങളെയാണ് ഇത്രയും വരെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ ചെറുതായിട്ട് കൂടിയെന്നുള്ളൂ. അവന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചമ്മലായിട്ട് അവൻ വന്നില്ല. അവൻ പിന്നെ വരാമെന്ന് പറഞ്ഞു ചമ്മൽ മാറിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു, വീട്ടിൽ നിന്ന് പോന്നിട്ട് പിന്നെ ഇത് നമ്മൾ തൊടുപുഴ വീട്ടിലേക്ക് വന്നിട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഫെബിക്കോളാണ് ഉപയോഗിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മറ്റേ റബ്ബർ പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും റബ്ബർ പാലൊക്കെ വെച്ചാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. കപ്പലുമാവിന്റെ പശയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഫെബിക്കോളാണ് ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഓരോ പീസാക്കിയത്, ഇത് പീസാക്കി നമ്മൾക്ക് കിട്ടിയതാണ് കേട്ടോ, A4 പേപ്പറിന്റെ. അപ്പൊ അത് ഇങ്ങനെ സൂക്ഷിച്ച് വരച്ച് ഒട്ടിക്കുവാണ്. ഇങ്ങനെ ഓരോ ഇതിൽക്കടെ ഒട്ടിക്കണം കേട്ടോ. അപ്പൊ അത് ഇത് ഫിനിഷായി. ഇങ്ങനെ ഒരു കളറാണ് നമ്മൾ കൊടുത്തത്. ഫുള്ള് റെഡും വൈറ്റുമായിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇത് ഡെക്കറേഷൻ ചെയ്യുവാണ് കേട്ടോ. നമ്മൾ രാത്രിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം വെളുപ്പിനൊരു 2:30-3 ആയിട്ടോ. ഇപ്പോഴാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇതേ കണ്ടോ, സ്റ്റാറിന്റെ ഉള്ളിൽ ബൾബ് നമ്മൾ ഇട്ടു. ഇപ്പോൾ ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. ഇതാണ് അപ്പം ആ ട്രീയുടെ ഒരു ഫുൾ സെറ്റ്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.